എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നു, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടണ്ട. ആര് ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദ പുസ്തകം ദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. വിശുദ്ധ വേദ പുസ്തകം ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കരുതലിനെ, ദൈവത്തിൻ്റെ പരിപാലനത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തകർത്ത് കളഞ്ഞ് ഈ ലോകത്തിലെ സകല മനുഷ്യരോടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന സന്ദേശം കൈമാറിയ പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവമാണ് യേശുക്രിസ്തു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. വചനം നമ്മെ ആശ്വസിപ്പിക്കും. വചനം നമ്മുടെ ബലഹീനതയിൽ ശക്തി പകരും. വചനം നമ്മെ ജീവിപ്പിക്കും. വചനം നമ്മെ സൗഖ്യമാക്കും. വചനം നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളെ കെട്ടും. എന്നാൽ അപ്പോൾ തന്നെ സ്നേഹമായിരിക്കുന്ന, കൂടെയിരിക്കുന്ന, കൈവിടില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ഒന്നുകൂടി ആഴമായി നാം ഗ്രഹിക്കേണ്ടതുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം തന്നെ പറയുന്നു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ തന്നെ മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് നാം കാൽവറിയിൽ കാണുന്നത്. അപ്പോൾ തന്നെ നാം ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ന്യായവിധിയും കൂടിയാണ് നാം കാൽവറിയിൽ കാണുന്നത്. ഒരു ഭാഗത്ത് സ്നേഹം, അപ്പോൾ തന്നെ അവിടെ ന്യായവിധിയും നാം കാണുകയാണ്. ദൈവം നീതിമാനാണ്. ഞാൻ ചെയ്ത പാപത്തിനൊരു ശമ്പളമുണ്ട്, നിങ്ങൾ ചെയ്ത പാപത്തിനൊരു ശമ്പളമുണ്ട്. അതാര് കൈപ്പറ്റും? പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ ദൈവത്തിന് നമ്മോട് സ്നേഹം തോന്നിയിട്ട് തൻ്റെ നീതി വെളിപ്പെടുത്താൻ, എഴുതപ്പെട്ട തിരുവചനത്തോട് നീതി പുലർത്താൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെയാണ് തകർത്ത് കളഞ്ഞത്. നമ്മോടുള്ള സ്നേഹം വെളിപ്പെട്ട കാൽവറിയിൽ തന്നെ നാം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ന്യായവിധിയും കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ദേഹത്തെ ഒരുപക്ഷെ കൊല്ലുമായിരിക്കും. അതിലപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ ചിലരെ കല്ലെറിഞ്ഞു കൊന്നു, തലകീഴായി ക്രൂശിച്ചു. വളരെ മൃഗീയമായ പീഡനങ്ങളിലൂടെ ദേഹത്തെ
കൊന്നിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടിയെടുത്തു. യേശു പറഞ്ഞു, ദേഹത്തെ കൊല്ലാൻ മനുഷ്യന് കഴിയും, അതിലും അധികമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു ശബ്ദം, അതിലും അധികമായി കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ, നിത്യാഗ്നിയിൽ നരകത്തിൽ തള്ളിയിടാൻ അധികാരമുള്ള ഒരുവനുണ്ട്. മനുഷ്യർക്ക് കഴിയില്ല. ദേഹത്തെ കൊല്ലാൻ കഴിയും, പക്ഷേ ആത്മാവിനെ തൊടാൻ പറ്റില്ല. എന്നാൽ ആത്മാവിനെ നിത്യ നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ള ദൈവത്തെയാണ് നാം സ്നേഹമെന്നും അപ്പ എന്നും കരുതുന്നവനെന്നൊക്കെ വിളിക്കുന്നത്. അതെ, അവൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ തന്നെ അവൻ പരിശുദ്ധനാണ്, അവൻ ന്യായം വിധിക്കുന്നവനാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. എങ്ങനെയും ജീവിക്കുവാനല്ല, അവൻ്റെ വഴികളിലൂടെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ അനുസരിച്ച് ഏറ്റവും ഭക്തിയോടെ താഴ്മയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.